എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ചധികം സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇന്നലെ രാത്രി എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സ് കൂടി കേട്ടോ. അപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന എല്ലാവരെയും ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാണ്. നമ്മുടെ ചാനലിലേക്ക് കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദിവസം എടുത്ത വ്ളോഗാണ്. വൈകുന്നേരമല്ല കേട്ടോ, നിവാങ്കുഞ്ഞിനെ അംഗൻവാടി വിട്ടിട്ട് 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ റെഡിയായി ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. ഇറങ്ങിയപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊടുപുഴ വിശാലിലേക്കാണ് എത്തിയിരിക്കുന്നത്. വിശാൽ നമ്മളുടെ തൊടുപുഴ സ്റ്റാൻഡിനോട് ചേർന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു പുതിയൊരു കടയാണ് കേട്ടോ. എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. ഗ്രോസറി മുതൽ സ്റ്റേഷനറി ഐറ്റംസ്, ക്രോക്കറി എല്ലാം കിട്ടുന്ന ഒരു കടയാണ്. നല്ല വിലക്കുറവുണ്ട് കേട്ടോ. ക്വാളിറ്റിയുടെ കാര്യം പറയേ വേണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. ഈ ഒരു പ്ലേറ്റിന് 99 മറ്റോ രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടുന്ന, നമ്മൾ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ, മീഷോയിലൊക്കെ നമ്മൾ ചിലപ്പോൾ കാർട്ടിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചില വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇല്ലേ, ക്രോക്കറി ആണെങ്കിലും സ്റ്റേഷനറി ആണെങ്കിലും അതുപോലത്തെയൊക്കെ നമുക്ക് ഈ കടയിൽ കിട്ടും കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കൊറിയൻ ബൗൾസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു പ്ലേറ്റിന് 69 രൂപ മറ്റായിരുന്നു കേട്ടോ ഈ 4 സെറ്റിൻ്റെ വില. അതിലൊരെണ്ണം പൊട്ടിയിരിക്കുമായിരുന്നു. ഞാൻ അത് കൂട്ടും എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറച്ച് 1-2 ഐറ്റംസൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. നിവാങ്കുഞ്ഞിന് ഒരു ലഞ്ച് ബോക്സ് അല്ല, ഒരു സ്നാക്സ് ബോക്സ് എടുത്തു. പിന്നെ അവന് ബോട്ടിലൊക്കെ അമ്മച്ചി ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബോട്ടിലും ബാഗൊക്കെ. അത് കാരണം അവനൊന്നും മേടിക്കണ്ട, സ്കൂൾ തുറക്കാൻ പോവാണ്. ജൂൺ 10-ാം തീയതിയാണ് കേട്ടോ നിവാങ്കുഞ്ഞിന് ക്ലാസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞ LKGയിലെ. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അഡ്മിഷനൊക്കെ എടുത്തായിരുന്നത്. അപ്പോൾ അവന് പ്രത്യേകിച്ച് ഒന്നും ഇനി വാങ്ങിക്കണ്ട കേട്ടോ. അവനായിട്ട് ഒരു സ്നാക്സ് ബോക്സോ, 2 സ്നാക്സ് ബോക്സ് മാത്രമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു കൊറിയൻ ബൗളൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ. പിന്നെ നമ്മുടെ ഈ ഓയിൽ ബോട്ടിലും അങ്ങനെയൊക്കെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇതിനും 69 രൂപ മറ്റാണ് കേട്ടോ. സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് കുട്ടികൾക്കായിട്ട് നമുക്ക് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ബാഗ്, ഇതിൻ്റെയൊക്കെ നല്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ തൊടുപുഴ പരിസരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കുകയുള്ളൂ കേട്ടോ. നല്ല ഒത്തിരി കളക്ഷൻ ഉണ്ട്. ഞാനെന്തായാലും കുറേ സാധനങ്ങൾ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിലും വന്ന് എനിക്ക് മേടിക്കണം എന്നുണ്ട്. കാരണം ചവിട്ടിയുടെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്. ചവിട്ടി, കർട്ടൻ, പില്ലോ, പിന്നെ നമ്മുടെ കുഷ്യനൊക്കെ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. 169 രൂപയ്ക്കൊക്കെയാണ് കുഷ്യൻ. അത് നല്ല സോഫ്റ്റ്. ഈ ഒരു ബെഡ്ഷീറ്റിന് 199 രൂപയാണ് കേട്ടോ റേറ്റ്. അതുപോലെ വെറൈറ്റി പ്രിൻ്റുള്ള നല്ല എസ്തറ്റിക് ആയിട്ടുള്ള ബെഡ്ഷീറ്റിൻ്റെയും പില്ലോസിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നോക്കി. പിന്നെ ഇങ്ങോട്ട് വന്നാൽ കുട്ടികളുടെ ടോയ്സ്. ഇതൊരു നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബെഡാണ്. നമുക്ക് എന്തെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ വണ്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിവാങ്കുഞ്ഞിന് ഒരു ഇറേസറിൻ്റെ ഒരു സെറ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഇങ്ങോട്ട് വന്നാൽ പെൻസില്, ബോക്സ്, പൗച്ചുകൾ, അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. നിവാങ്കുഞ്ഞിന് ഞാൻ ആകെ ഒരു ഇറേസറിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത്. അമ്മച്ചി കൊടുത്തു വിട്ട ആ ഒരു ബാഗിൻ്റെ സെറ്റിനകത്ത് പെൻസിലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ അവനൊരു ഇറേസറിൻ്റെ സെറ്റ് എടുത്തു കേട്ടോ. ഈ ഒരു സെറ്റിന് 50 രൂപയാണ് കേട്ടോ വില. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്യാരറ്റിൻ്റെയും ബട്ടർഫ്ലൈയുടെയൊക്കെ ഈ ഒരു സെറ്റാണ്. പക്ഷേ കൃഷ്ണ പറഞ്ഞു അത് വേണ്ട, നമുക്ക് നിവാങ്കുഞ്ഞിന് അവനിഷ്ടം വണ്ടിയാണല്ലോ. അപ്പം കാറിൻ്റെയൊക്കെ വരുന്ന ഒരു പാക്ക് ഓഫ് ഇറേസർ ഉണ്ടായിരുന്നു കേട്ടോ. കാറ് എന്തൊക്കെയോ കുഞ്ഞി വണ്ടികളുടെ ഒരു സെറ്റ് അതെടുത്തു കേട്ടോ. അത് മാറ്റിയിട്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ, ചേച്ചിക്കട എന്നും പറഞ്ഞൊരു കട. ആ കടയിൽ 5 രൂപയ്ക്ക് ഒരു ഇറേസർ കിട്ടുമായിരുന്നു കേട്ടോ, പല കളറുള്ള. ആ ഇറേസറിന് നല്ലൊരു മണമുണ്ട്, നമുക്കത് തിന്നാൻ തോന്നും. ഇപ്പോഴത്തെ ഇറേസറൊക്കെ എന്തൊക്കെ വെറൈറ്റി ആണല്ലേ. കുട്ടികൾക്ക് നോക്കിക്കേ, ഹെലികോപ്റ്ററിൻ്റെ ഷേപ്പിൽ, ട്രക്കിൻ്റെ ഷേപ്പിലൊക്കെയാണ് ഇറേസർ. പിന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സൈസ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇറേസർ ഉണ്ടായിരുന്നു, പച്ച, മഞ്ഞ, ചുവപ്പ് കളറിലൊക്കെ. അതിൻ്റെ മണം കാരണം അത് മേടിച്ച് ബോക്സിലിടുമായിരുന്നു. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇതെടുത്ത് മണത്തോണ്ടിരിക്കും. പിന്നെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അന്നൊക്കെ ഷോപ്പിൽ ഇന്നത്തെ ഓഫർ
സെയിൽ പോലെ അന്നൊക്കെ റിഡക്ഷൻ സെയിലുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പഴകിയതും അല്ലെങ്കിൽ ഡാമേജ് വന്നതല്ല, കുറച്ചൊക്കെ പഴകിയതും അല്ലെങ്കിൽ ട്രെൻഡ് കഴിഞ്ഞതായിട്ടുള്ള ബാഗുകളൊക്കെ റിഡക്ഷൻ സെയിലിൽ വിൽക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്താണ്, ബുക്സൊക്കെ ആണെങ്കിലും പഴയ ബുക്സ് മേടിച്ചിട്ട് പേപ്പർ കട്ടർ വെച്ചിട്ട് ഇങ്ങനെ സൈഡ് കട്ട് ചെയ്യും. എന്നിട്ട് നല്ല ഭംഗിയുള്ള കവർ വെച്ചിട്ട് പൊതിയും. അപ്പോൾ പുതിയ ബുക്ക് പോലെയാകും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ സ്കൂൾ തുറന്ന സമയത്ത്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് ഓഫ് നാപ്കിൻസ് ആണ് കേട്ടോ. നിവാങ്കുഞ്ഞിന് ഈ ഒരു സെറ്റ് ഓഫ് ടവൽ ഞാൻ എടുത്തേ. ഇതിൻ്റെ വില 49 രൂപയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ടവൽ. അത് നിവാങ്കുഞ്ഞിന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ എടുത്താണ്. പിന്നെ അവന് ലഞ്ച് ബോക്സൊക്കെ പൊതിഞ്ഞ് വെക്കാനായിട്ടൊരു ടവലും കൂടെ വേണം. അങ്ങനെ ഞങ്ങളിത് താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ. താഴേക്ക് ഇറങ്ങി വന്നാൽ പിള്ളേരുടെയും കുട്ടികളുടെയൊക്കെ ഡ്രസ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. പെൺകുട്ടികൾക്ക് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഉടുപ്പുകളുണ്ട്. ഞാനാണെങ്കിൽ ചുമ്മാ ഇതിലേതൊക്കെ നടന്ന് നോക്കിയിട്ടോ. വല്ലപ്പോഴും അല്ല ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുള്ളൂ. അത് കാരണം എനിക്ക് ഷോപ്പിംഗ് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഒന്നും എടുത്തില്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ കണ്ടുവന്നിട്ട് നടക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ചുമ്മാ എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. ഇനി നമ്മൾ വാങ്ങിച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു തോർത്ത് കൃഷ്ണയ്ക്ക് എടുത്തതാണ്. ഈ ഒരു തോർത്ത് നല്ല മുഴുത്ത തോർത്താണ് കേട്ടോ, നീളം വീതിയൊക്കെയുള്ള. പിന്നെ നിവാങ്കുഞ്ഞിന് 2 ലഞ്ച് ബോക്സ് എടുത്തു. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് പാസ്ത എടുത്തു. ഞങ്ങൾക്ക് 3 പേർക്കും പാസ്ത ചീസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊരെണ്ണം എടുത്തു. ഇത് അത്യാവശ്യം വലിയ പാക്കറ്റാണ്. പിന്നെ എന്താ മേടിച്ചേ, നിവാങ്കുഞ്ഞിനൊരു സോപ്പ് എടുത്തു. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സോപ്പിന്. പിന്നെ ഇതാണ് നിവാങ്കുഞ്ഞിനെടുത്ത ഇറേസറിൻ്റെ സെറ്റ്. നോക്കിക്ക്. പിന്നെ എൻ്റെ സന്തത സഹചാരി വിമ്മിൻ്റെ ലോഷൻ എടുത്തു കേട്ടോ. ഇപ്പം ഞാൻ സ്ഥിരം ഈ വിമ്മിൻ്റെ ഒരു ലോഷനാണ് യൂസ് ചെയ്യുന്നത്. നല്ല പതയുണ്ട്, നന്നായിട്ട് ചെളിയും പോകും കേട്ടോ. പിന്നെ നിവാങ്കുഞ്ഞിന് വാങ്ങിച്ച ടവലിൻ്റെ ഒരു സെറ്റ്. പിന്നെ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ചൂലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം കൃഷ്ണൻ എന്നോട് ചോദിച്ചു ഇത് എന്തിനാണെന്ന്. ഞാൻ പറഞ്ഞു പൊടിയൊക്കെ എനിക്ക് തട്ടിക്കുടയാനാണ്. പൊടി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അലർജിയുടെ ഒരു പ്രശ്നമുള്ളത് കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കും കേട്ടോ. പൊടി കളയാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം. നമുക്ക് ബെഡൊക്കെ പൊടി കളയാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ ഒരു ചൂലും കൊണ്ട്. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നു. ഇന്ന് ജീര റൈസ് ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. ചിക്കൻ വാങ്ങിച്ചത് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ജീര റൈസ് വെച്ചപ്പം 2 പേർക്കും ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ജീര റൈസ് വെക്കാമെന്ന് ഓർത്തു കേട്ടോ. റൈസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ മാറിനേറ്റ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പെരുംജീരകവും ഉപ്പൊക്കെ ഇട്ടിട്ട് ചിക്കൻ ആദ്യമേ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊരിച്ചെടുത്തിട്ട് കറി വെക്കാമെന്ന് ഓർത്തുകൊണ്ട്. അപ്പം നമുക്ക് ഈ റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ജീര റൈസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ റൈസ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളാണ് കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിക്കുക, കപ്പലണ്ടി വറുക്കുക, അതിലേക്ക് കുറച്ച് പെരുംജീരകവും കൂടി ഇട്ട് വറുത്തെടുക്കുക. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിനകത്തേക്ക് ഈ കപ്പലണ്ടി വറുത്തതും പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം മല്ലിയിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ജീര റൈസ് റെഡി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. പെരുംജീരകം കുറച്ച് അധികം എടുക്കണേ. ഇപ്പം ഞാൻ ഒരു 1.5 നാഴി റൈസാണ് വേവിച്ചിരിക്കുന്നത്. അതിനൊരു 2 സ്പൂണോളം പെരുംജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം ഇതിനകത്ത് നന്നായിട്ട് വേണം കേട്ടോ. അതിൻ്റെ ആ ഒരു സ്മെല്ല്, നെയ്യും കപ്പലണ്ടിയും മല്ലിയിലയൊക്കെ വരുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുവേ. കുറച്ച് നാൾ നോർത്ത് ഇന്ത്യയിൽ നമ്മളുണ്ടായിരുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഞാനിങ്ങനെ പരീക്ഷിക്കും കേട്ടോ വീട്ടിൽ. അങ്ങനെ ട്രൈ ചെയ്യുന്നതാണ് ഈ ജീര റൈസ്, പനീർ, അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട് കേട്ടോ. പനീറും ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ പോഹ ഒരു ദിവസം ഉണ്ടാക്കിയപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇടയ്ക്ക് പോഹ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ജീര റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. അതുപോലത്തെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചിക്കനൊക്കെ ഒരു സൈഡിൽ വറുത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി, സവോളയും വഴറ്റി, തക്കാളിയൊക്കെ ഇട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മസാലയൊക്കെ ഇട്ടിട്ട് ചിക്കനൊന്ന് ഒരു കൊച്ചു ഗ്രേവി ആക്കി എടുക്കാം കേട്ടോ. ഒരു കുറുകിയ കറി, ഇതുപോലത്തെ റൈസിൻ്റെ കൂടെ ചിക്കൻ ഇതുപോലെ വറുത്ത് നല്ല കുറുകിയ കറുത്ത കറിയായിട്ടിരിക്കുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കയ്യോടെ ഒന്ന് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി വെള്ളം വാർത്തി ഇതുപോലെ ഒരു റബ്ബർ ബാൻഡിലിട്ട് എവിടെയെങ്കിലും കെട്ടി തൂക്കിയിടും. അപ്പോൾ അതിൻ്റെ വെള്ളം അങ്ങ് വാർന്ന് പൊക്കോളും കേട്ടോ. പിന്നെ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. പിന്നെ കുറച്ച് പാലക്ക് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതും ഞാൻ ഇതുപോലെ നല്ലപോലെ കഴുകി
വെള്ളം കളഞ്ഞ് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഗ്രേവി ഒന്ന് പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും വറുത്ത ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ കുറച്ച് പഞ്ചസാര ഇങ്ങനത്തെ ചിക്കൻ കറിക്ക് മുട്ടക്കറിക്കൊക്കെ ഇടാറുണ്ട്. അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹോം വൈബ്സ് ബൈ സിമി, വിജി കിച്ചൻ വേൾഡ്, മനു ഗോപൻ, VKM ക്രിയേഷൻസ്, ലാലു പ്രസാദ്, ജസ്നാസ് ഹോം, ആൻ്റണി ജോസഫ്, അശ്വതി PR ആൻഡ് കാർത്തിക് S. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെ ബായ്.